Hello guys, welcome to KAS Code. ഇന്ന് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ചെറിയ ടോപ്പിക്കാണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ ഈ ഒരു സെക്ഷനിൽ നിന്ന്. സോ നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ ആ മെയിൻസ് സിലബസിലുള്ള ബാക്കിയുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കുക, അതുപോലെ തന്നെ നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, സോ നമുക്ക് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോളൂ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള, ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു അഡ്വക്കേറ്റിന്റെ രൂപമായിരിക്കണം മനസ്സിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒക്കെ പഠിച്ചപ്പോൾ അവരുടെ ആർട്ടിക്കിൾ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 148 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അറ്റോർണി ജനറലിന്റെ ഓഫീസിനെ കുറിച്ച് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾ ഏതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏതാണ്? ആർട്ടിക്കിൾ 76 കേട്ടോ. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അറ്റോർണി ജനറലിനെ നമുക്ക് AG എന്ന് ഷോർട്ട് ആക്കി പറയാം കേട്ടോ. അപ്പൊ ഞാൻ പറയുമ്പോൾ AG എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ AG എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ലോ ഓഫീസറിനെയാണ് ആരെന്ന് പറയുന്നത്? AG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ AG ആരാണ്? നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എന്താണ്? ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ആരാണ് റിമൂവ് ചെയ്യുന്നത്? ഇനി ആ റെസിഗ്നേഷൻ ആർക്ക് മുമ്പിലാണ് സമർപ്പിക്കേണ്ടത്? അവരുടെ ടേം, അവരുടെ കാലാവധി എത്രയാണ്? അവരുടെ റെമ്യൂണറേഷൻ എത്രയാണ് എന്നൊക്കെ പഠിക്കുമായിരുന്നു അല്ലെ. അപ്പോ അവിടത്തെ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നല്ല ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിപ്പം ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പഠിച്ചതുപോലെ ഒരേ കണക്കത്തെ കാര്യങ്ങളല്ല ഇവിടെ വരുന്നത്. ഇവിടെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, സോ അറ്റോർണി ജനറലിനെ AGയെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? മറ്റെടുത്ത് ചെയ്യുന്നത് പോലെ തന്നെ ആരാണ്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത് വഴി പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഈ ഇദ്ദേഹം എന്താണ്? ഇദ്ദേഹം എന്ന് പറയുന്നത്, ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൗരനായിരിക്കണം. അതുപോലെ തന്നെ 5 വർഷം ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിലെ ജഡ്ജ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ പറയുവാണ് കേട്ടോ. ക്വാളിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല, അതും കൂടെ ഓർത്തു വെച്ചിരിക്കുക. അവരുടെ ആ ഒരു AG എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? 5 വർഷം ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിലെ ജഡ്ജ് ആയിരിക്കണം, ഇന്ത്യയിലെ പൗരനായിരിക്കണം, അതല്ലെങ്കിൽ എന്താണ് ഒരു ഹൈക്കോർട്ടിൽ 10 വർഷത്തോളം പ്രാക്ടീസ് ചെയ്ത ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരനായിരിക്കണം എന്നുള്ളത് ആ ഒരു കണ്ടീഷൻ ഓൾറെഡി ഉള്ളതാണ്. അതിന്റെ കൂടെ ഉള്ളതാണ് ഇതിൽ ഏതെങ്കിലും വരുന്നത് കേട്ടോ. അപ്പൊ ഒന്നെങ്കിൽ 5 വർഷം ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിലെ ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹൈക്കോർട്ടിൽ 10 വർഷം പ്രാക്ടീസ് ചെയ്ത ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. ഇതൊന്നും അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഒപ്പീനിയനിൽ ഒരു നല്ല പ്രമുഖനായ ഒരു നിയമജ്ഞനായിരിക്കണം. ആര്? ഈ AG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ AGയുടെ ആ ഒരു കാലാവധി, ആ ഒരു ടൈം പീരീഡ്, എത്ര കാലം അവര് വർക്ക് ചെയ്യണം, ആ ഒരു സർവീസിൽ തുടരണം. നമ്മൾക്കിപ്പം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് എത്രയായിരുന്നു? 6 വർഷവും അല്ലെങ്കിൽ 65 വയസ്സെന്നൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ പക്ഷെ ഇവരുടെ ഈ ഒരു കാര്യം ഭരണഘടനയിൽ എവിടെയും തന്നെ പറഞ്ഞിട്ടില്ല. എത്ര കാലം തുടരണം, എത്ര നാള് സർവീസ് നടത്തണം എന്ന് ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റിന്റെ താല്പര്യം പോലെ ആയിരിക്കും അദ്ദേഹത്തിന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പൊ പ്രസിഡന്റിന് അയാൾ ഓക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ആ പ്രസിഡന്റിന്റെ കാലത്തോളം എന്ത് ചെയ്യാം? ആ അറ്റോർണി ജനറലിന് ആ സ്ഥാനത്ത് നിൽക്കാം. ഇനിയിപ്പം പ്രസിഡന്റിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോഴേ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ നിന്നും മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ AGക്കുള്ള ശമ്പളത്തെ കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല? റെമ്യൂണറേഷന്റെ ആ ഒരു കാര്യങ്ങളും ഒന്നും എവിടെ പറഞ്ഞിട്ടില്ല? നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് തീരുമാനിക്കുന്ന ഒരു സാലറി ആയിരിക്കും ആർക്ക് കൊടുക്കുന്നത്? അറ്റോർണി ജനറലിന് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ പോയിന്റ്സിലൊക്കെ പറഞ്ഞിരിക്കേണ്ടത്. പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കുറെ ചുമതലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഡ്യൂട്ടീസും അവരുടെ ഫംഗ്ഷൻസും ഒക്കെ ഉണ്ടല്ലോ. അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളാം. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് തരത്തിൽ നമുക്ക് അത് പോയിന്റ്സ് ആയിട്ട് നോക്കി പഠിക്കേണ്ട കാര്യമില്ല. അതൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചിരുന്നാല് പോയിന്റ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വന്നാൽ ആ ഒരു ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അവരുടെ ഫംഗ്ഷൻസ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്
ഇപ്പൊ ഗവൺമെന്റിന്റെ ഇദ്ദേഹം ആരാണ്? ഗവൺമെന്റിന്റെ ഒരു ചീഫ് ലോ ഓഫീസർ എന്ന നിലയ്ക്കുള്ള ഒരാളാണ് അല്ലെ. അപ്പം ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് ഉള്ള ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, എന്തെങ്കിലും ഒരു നിയമപരമായ കാര്യങ്ങളില് ഗവൺമെന്റിന് ഉപദേശം നൽകണം എന്ന് ആര് പറയും? ആര് നിർദ്ദേശിക്കും? പ്രസിഡന്റ് ഈ AGയോട് നിർദ്ദേശിക്കും. അങ്ങനെ എന്ത് ചെയ്യാം? ഈ AGക്ക് ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു കാര്യങ്ങളില് നിയമപരമായ ഗവൺമെന്റിന് ഉപദേശം നൽകാനായിട്ട് AGക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു ഡ്യൂട്ടി ക്ലിയർ ആണല്ലോ. മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇപ്പൊ എന്തെങ്കിലും നിയമസംബന്ധമായ ചുമതലകൾ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാൻ ആര് പറയും? പ്രസിഡന്റ് AGയെ ചുമതലപ്പെടുത്തും. എന്തെങ്കിലും ഒരു പ്രസിഡന്റ് പറയുന്ന എന്ത് കാര്യമാണോ അത് ചെയ്യാൻ എന്ത് ചെയ്യണം? അറ്റോർണി ജനറൽ ആ ഒരു ചുമതലയെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കൂടുതലും എന്താണ്? ഈ ഓരോ ഉപദേശം കൊടുക്കുക. അത് എന്താണെന്ന് ഈ കൂടുതൽ അഡ്വക്കേറ്റുമാർ എന്താണ് ചെയ്യുന്നത്? എന്താ കാര്യം, എന്താ കേസ് എന്നുള്ള രീതിയിൽ ആ കൂടുതൽ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് തന്നെയാണ് അറ്റോർണി ജനറലിന്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭരണഘടനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമമോ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള കുറച്ച് ചുമതലകളൊക്കെ ഉണ്ട്. ആ ചുമതലകളും നിർവഹിക്കുക എന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? AGയുടെ ഡ്യൂട്ടിയാണ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ കോമൺ ആയിട്ട് ഭരണഘടനയിൽ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞത്. ഇനി ഇത് കൂടാതെ പ്രസിഡന്റ് പ്രത്യേകമായിട്ട് AGക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ചില ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കേസ് പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ അറ്റോർണി ജനറൽ വേണം എന്ത് ചെയ്യാൻ? അവിടെ ഹാജരാകാൻ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 143 പ്രകാരം രാഷ്ട്രപതി എന്ത് ചെയ്യും? സുപ്രീം കോടതിയിൽ നടത്തുന്ന ഏതെങ്കിലും ഒരു പരാമർശത്തിൽ ഇന്ത്യൻ സർക്കാരിനെ പ്രതിനിധീകരിക്കണം. ആര്? ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. എവിടെയും ഇന്ത്യൻ സർക്കാരിനെ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു സജഷൻസ് കൊടുത്ത് അവരുടെ കൂടെ നിൽക്കാനാണ് ആര് ശ്രമിക്കേണ്ടത്? അറ്റോർണി ജനറൽ ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ അതുപോലെ തന്നെ മറ്റൊരു ഡ്യൂട്ടിയാണ്, ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ, ഇപ്പൊ ഹൈക്കോടതിയിൽ എന്തെങ്കിലും ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഈ അറ്റോർണി ജനറലിനോട് ആവശ്യപ്പെടണം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഒന്ന് ഹാജരാവണം അല്ലെങ്കിൽ കേസ് വാദിക്കണം എന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഹൈക്കോടതിയിൽ പോയി അവർക്ക് വേണ്ടിയിട്ട്, ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാല്, ഇവർക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലും സംസാരിക്കാനും അതുപോലെ തന്നെ അതിന്റെ ഭാഗമാകാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അതായത് ഈ ഒരു അറ്റോർണി ജനറലിനെ പാർലമെന്റിന്റെ ഒരു കമ്മിറ്റി അംഗം അല്ലെങ്കിൽ ഒരു മെമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ മെമ്പറിന് പാർലമെന്റിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കുക. അറ്റോർണി ജനറലിന് പാർലമെന്റിൽ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അറ്റോർണി ജനറൽ ആരാണ്? പാർലമെന്റിലെ ഒരു അംഗമാണ്. ഓക്കെ, അപ്പൊ പാർലമെന്റിന്റെ അംഗം എന്ന നിലയിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ആർക്ക് ലഭിക്കുന്നുണ്ട്? അറ്റോർണി ജനറലിന് ലഭിക്കുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് അറ്റോർണി ജനറലിന് കിട്ടിയ ആ ഒരു അവകാശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അറ്റോർണി ജനറലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ലിമിറ്റേഷനും കാര്യങ്ങളും ഉണ്ട്. അതും കൂടെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്കി പോയിന്റ്സ് നോക്കിയിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ആവും. കാരണം കുറച്ച് കാര്യങ്ങൾ മാത്രമേ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, അറ്റോർണി ജനറലിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്, അയാള് ഇന്ത്യ ഗവൺമെന്റിന് എതിരായി ഉപദേശിക്കുകയോ അല്ലെങ്കിൽ ഹ്രസ്വമായി സംസാരിക്കുകയോ ചെയ്യരുത്. അത് ഫസ്റ്റ് കണ്ടീഷൻ ആണ് കേട്ടോ. അയാൾക്ക് എന്തെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ആണ്, പ്രസിഡന്റിനെതിരായി എന്നല്ല പറയുന്നത്, ഇന്ത്യ ഗവൺമെന്റിനെതിരായി ഉപദേശിക്കുകയോ അല്ലെങ്കിൽ ഹ്രസ്വമായി സംസാരിക്കുകയോ ചെയ്യില്ല. അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഇദ്ദേഹം എവിടെയെങ്കിലും പോയി ഹാജരാകുന്ന സമയത്ത് ആ ഒരു ടൈമിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഇന്ത്യ ഗവൺമെന്റിനെ ഉപദേശിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ എത്താൻ പാടില്ല. അതുപോലെ തന്നെ ആ ഒരു ഹ്രസ്വമായി സംസാരിക്കാനും, ആ ഒരു ടൈമിൽ ഹ്രസ്വമായി സംസാരിക്കാനും പാടില്ല. ഇനി അതുപോലെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിലോ ഒന്നും ഡയറക്ടറായിട്ട് നിയമനം സ്വീകരിക്കാൻ ഇയാൾ പാടില്ല. ഇങ്ങനെ ആ ഒരു രീതിയിലുള്ള നിയമനങ്ങൾ ഒന്നും ഈ അറ്റോർണി ജനറൽ ആയിട്ട് നിൽക്കുന്ന കാലത്തോളം എന്ത് ചെയ്യാൻ പാടില്ല? എവിടെയാണ്? ഏതെങ്കിലും കമ്പനികളിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിലോ ഡയറക്ടറായിട്ട് നിയമനം സ്വീകരിക്കാൻ പാടില്ല. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതുപോലെ ഏതെങ്കിലും നിയമ മന്ത്രാലയമോ അല്ലെങ്കിൽ നിയമകാര്യ വകുപ്പ് മുഖേന ബന്ധപ്പെട്ട നിർദ്ദേശം ലഭിക്കാത്ത പക്ഷം ഇന്ത്യ ഗവൺമെന്റിന്റെ ഏതെങ്കിലും മന്ത്രാലയത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമപരമായ സ്ഥാപനത്തെയോ ഇദ്ദേഹം ഉപദേശിക്കാനേ പാടില്ല. ഓക്കെ, അതൊക്കെയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ തന്നെ ആയാലും ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് സർക്കാരിന്റെ മുഴുവൻ സമയ അഭിഭാഷകനെ അല്ല. ഓക്കെ, അത് ഞാൻ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
It has become a tradition that the Attorney General resigns when a new government is formed. ഒരു ഗവൺമെന്റിന്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഇപ്പൊ ആ ഒരു ഗവൺമെന്റ് വരുന്നു, ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്നാ ഇദ്ദേഹം അറ്റോർണി ജനറൽ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ച് അങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് എന്താണ്, ഗവൺമെന്റിന്റെ ആ ഒരു കാലാവധി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ അറ്റോർണി ജനറൽ മാറും. ആ ഒരു രീതിയാണ് നടന്നു പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ അദ്ദേഹം എന്താണ്, സർക്കാർ ജീവനക്കാരുടെ വിഭാഗത്തിലേ പെടുത്തില്ല. അദ്ദേഹം എന്താണ്, ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ വിഭാഗത്തിലേ പെടുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശവും കൂടെ ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഈ AG എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ക്യാബിനറ്റിന്റെ ഒരു അംഗമല്ല. സെൻട്രൽ ക്യാബിനറ്റ് അറിയാലോ. ഈ സെൻട്രൽ ക്യാബിനറ്റുമായിട്ട് എന്ത് ചെയ്യത്തില്ല, ഈ AGക്ക് ഒരു ബന്ധവുമില്ല. സെൻട്രൽ ക്യാബിനറ്റിലും അവിടെ എന്താണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലോ മിനിസ്റ്റർ കാണും. അയാളായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ലീഗൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇയാളുടെ ആ ഒരു ജോബ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആ ഒരു കാര്യങ്ങളിലും കേസുകളിലും ഒക്കെ കൂടുതൽ ഒരു ഉപദേശങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു അറ്റോർണി ജനറലിന്റെ ആ ഒരു പദവി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതൊക്കെ എത്രയും കാര്യങ്ങളേ ഉള്ളൂ അറ്റോർണി ജനറലിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് രീതിയിലൊക്കെ വരുന്നത് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്, അതിനെ ആരാണ് അപ്പോയിന്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കാം. സോ നോക്കാം, ഫസ്റ്റ് അറ്റോർണി ജനറൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്, പേര് ഓർത്ത് വെച്ചിരിക്കുക, MC സെഡൽവാഡ് ആണ് കേട്ടോ. MC സെഡൽവാഡ് ആണ് എന്ത്, ഫസ്റ്റ് അറ്റോർണി ജനറൽ. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു പോയിന്റ് കൂടെ ചേർക്കുക, ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ ആയിട്ട് ഇരുന്നത് ആരാണ്, MC സെഡൽവാഡ് ആണ് കേട്ടോ. ആരാണ് അപ്പോയിന്റ് ചെയ്തത്, ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇനി കറണ്ട് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ ആരാണ്, KK വേണുഗോപാൽ ആണ്. അതാണ് ഇദ്ദേഹമാണ് കേട്ടോ. KK വേണുഗോപാൽ ആണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ആരാണ് അപ്പോയിന്റ് ചെയ്തത്, നരേന്ദ്രമോദിയാണ് അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ റീ അപ്പോയിന്റ് ചെയ്തു ആര്, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് 2010 ഇദ്ദേഹത്തെ വീണ്ടും എന്ത് ചെയ്യുന്നു, റീ അപ്പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എന്താണ്, കേന്ദ്രത്തിന്റെ രീതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആ ഒരു പേര് പറയുന്നത് അല്ലെ. അപ്പോ നമ്മുടെ സ്റ്റേറ്റിന്റെ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും, സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേ ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തി കാണും. ആ വ്യക്തി അറിയപ്പെടുന്നത് എന്താണ്, അഡ്വക്കേറ്റ് ജനറൽ എന്നാണ് കേട്ടോ. അഡ്വക്കേറ്റ് ജനറൽ എന്നറിയപ്പെടുന്നത്, അറ്റോർണി ജനറൽ ഇന്ത്യയിൽ അറിയപ്പെടുന്നു. ഓരോ സ്റ്റേറ്റുകളിലും എന്തുണ്ടാവും, അഡ്വക്കേറ്റ് ജനറലും ഉണ്ടാകും. അഡ്വക്കേറ്റ് ജനറൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ആ ഒരു സെക്ഷൻ വരുമ്പോഴത്തേക്ക് പഠിക്കും. ഓക്കെ, അപ്പൊ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 165 ആണ്. ഓക്കെ, ഇനി എന്താണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഈ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ നമ്മുടെ AGയെ കൂടാതെ എന്തുണ്ടാവും, ഇന്ത്യയുടെ ഗവൺമെന്റിന് കുറച്ച് ലോ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടാവും. ഈ AGയെ സഹായിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്താ ഉണ്ടാവും, കുറച്ച് ലോ ഓഫീസേഴ്സ് ഉണ്ടാകും. അവരെയാണ് എന്തെന്ന് പറയുന്നത്, സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു അറ്റോർണി ജനറലിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഇനി ഇതിനകത്ത് നിന്നും ഒരു ടോപ്പിക്കിൽ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അവർ ചോദ്യം ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും അവർ ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളും കൂടെ നോക്കിയിട്ട് പോകാം. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ AG 76 ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ 88 ഈ അറ്റോർണി ജനറലിന്റെ ആ ഒരു അവകാശങ്ങളെ കുറിച്ചും ഈ പാർലമെന്റിലും കമ്മിറ്റിയിലും ഒക്കെ ഉള്ള അവർക്ക് ആ ഒരു ഫ്രീഡം ഇല്ലേ, അതൊക്കെ അതിനെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 88 ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ അറ്റോർണി ജനറലിന്റെ പവേഴ്സും പ്രിവിലേജസും ഇമ്മ്യൂണിറ്റീസും ഒക്കെ പറയുന്നത് 105 കൂടെ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ 3 ആർട്ടിക്കിൾ നമ്മൾ ജനറൽ ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഓഫീസ് വേണം അല്ലെങ്കിൽ ആ ഒരു അറ്റോർണി ജനറൽ വേണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ഏതിലാണ്, 76. പക്ഷെ ഇത് കാര്യങ്ങളും കൂടെ ഓർത്ത് വെച്ചിരിക്കുക, 88ഉം 105ഉം. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇത്രയേ ഉള്ളൂ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.